ശ്രീ മഹാദേവീ നമ. നമസ്കാരം. ദേവീനാരായണീയം ദശകം 31 വർണ്ണിക്കുകയാണ്. ഭ്രാമരീ അവതാരത്തെയാണ് ഈ ദശകത്തിൽ പറയുന്നത്. കശിൽപുരാമന്ത്രമുദീര്യ ഗായത്രീതി പ്രസിദ്ധം ദിദിജോ അരുണാഖ്യ ചിരായ കൃത്വാ തപ ആത്മയോനെ പ്രസാദിതാതാപ വരാനപൂർവാൻ. അരുണൻ എന്ന ഒരു അസുരൻ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗായത്രി മന്ത്ര ഉപാസന ചെയ്തുകൊണ്ട് ആ ഗായത്രി മന്ത്രജപം ചെയ്ത് വളരെ കാലം തപസ് ചെയ്യുകയും ബ്രഹ്മാവ് ദർശനം കൊടുത്തു. ഈ അരുണൻ ആവശ്യപ്പെട്ടതായ വരങ്ങൾ വളരെ വിചിത്രമായിട്ടുള്ള, ഇതുവരെ അധികം ആരും ആവശ്യപ്പെടാത്തതായ പ്രത്യേക തരത്തിലുള്ള വരങ്ങളാണ് അരുണൻ ചോദിച്ചത്. അരുണൻ്റെ ഒരു സവിശേഷത എപ്പോഴും ഗായത്രി മന്ത്രം ജപിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. എന്തു വരമാണ് അയാൾ നേടിയത്, അതാണ് ഇനി പറയുന്നത്. സ്ത്രീപുംഭിരസ്ത്രൈശ്ചരണേ ദ്വിപാദൈ ചതുഷ്പദൈശ്ചാപ്യുഭയാത്മകൈശ്ച അവധ്യതാം ദേവപരാജയം ച ലബ്ധ്വാ സദൃപ്തോ ദിവമാസസാദ. ഇതിനു മുൻപുള്ള അസുരന്മാരുടെ കഥകളിൽ നാം കേട്ടുകഴിഞ്ഞു. മഹിഷാസുരനാണെങ്കിലും ഹിരണ്യകശിപു ആണെങ്കിലും അവർക്കെല്ലാം ഒരു തരത്തിൽ അബദ്ധം പറ്റി എന്നാണ് ഇവിടെ അരുണൻ കരുതുന്നത്. അതുകൊണ്ടാണ് വിചിത്രമായ വരമാണ് ഇവിടെ ചോദിക്കുന്നത്. 2 കാലുള്ള ജീവികൾ, 2 കാലുള്ള മനുഷ്യർ, 4 കാലുള്ള മൃഗങ്ങൾ, മനുഷ്യനും മൃഗവും ചേർന്ന നരസിംഹാവതാരം പോലെ അങ്ങനെ ഉള്ള രൂപവും, ഇതൊന്നും മരണകാരണമാവരുത് എന്ന രീതിയിലാണ് ഈ അരുണൻ വരം നേടിയത്. അരുണനെ 2 പാദങ്ങളുള്ളവർക്കും 4 പാദങ്ങളുള്ളവർക്കും നിഗ്രഹിക്കാൻ കഴിയില്ല. മനുഷ്യനോ മൃഗത്തിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും ചെയ്യാനാവില്ല. ഇവിടെ തനിക്ക് മരണമില്ല, മരണഭയം ഉണ്ടാവേണ്ടതില്ല, അജയ്യനാണ് എന്ന, അവധ്യനാണ് താൻ എന്ന അഹങ്കാരത്തോടുകൂടി ഈ അരുണൻ വരങ്ങളൊക്കെ നേടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. രണേജിതാ ദൈത്യഭയേന ലോകപാലൈഃ സഹ സ്വസ്വപദാനി ഹിത്വാ ദേവാദ്രുതാ പ്രാപ്യ ശിവം രിപൂണാം സമ്യക് വധോപായമചിന്തയംശ്ച. ദേവന്മാരെല്ലാവരും ഈ അരുണന്റെ മുന്നിൽ പരാജയപ്പെടുകയാണ്. അവർക്കൊക്കെ സ്വർഗം വിട്ട്, ലോകപാലന്മാർക്കാവട്ടെ അവരുടെ ലോകം വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്നു. എല്ലാവരും കൈലാസത്തിൽ ചെന്ന് ശ്രീപരമേശ്വരനെ ശരണം പ്രാപിക്കുകയാണ്. ഈ അരുണന് കിട്ടിയതായ വരങ്ങളെക്കുറിച്ച് ആ ഭഗവാന് മഹാദേവന് അറിയാം. അപ്പോൾ എന്താണ് ഈ അസുരനെ നിഗ്രഹിക്കാനുള്ള ഉപായം, അതിനെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ്. തദാ ഭവൽ കാപ്യശരീരിണീ വാഗ് ഭജേത ദേവീം ശുഭമേവ വ സ്യാദ് ദൈത്യോരുണോ വർദ്ധയതീഹ ഗായത്ര്യുപാസനേന ആത്മബലം ത്വധൃഷ്യം.
അസുരനെ നിഗ്രഹിക്കാനുള്ള ഉപായം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അശരീരി കേട്ടു. ഗായത്രി മന്ത്ര ജപം കൊണ്ട്, ഗായത്രി മന്ത്ര ഉപാസന കൊണ്ട് ഈ അസുരൻ, ഈ അരുണൻ വളരെയധികം ബലവാനായി തീർന്നിരിക്കുകയാണ്. ആ ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആ അരുണനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് പ്രയാസം തന്നെയാണ്. അസുരൻ്റെ ആത്മബലവും വളരെ അധികം വർദ്ധിച്ചിരിക്കുകയാണ്. യദ്യേഷതം മന്ത്രജപം ജഹാതി സദുർബല സാധ്യവധോപി ജസ്യാൽ ഏവം നിശമ്യ ത്രിദശൈ പ്രഹൃഷ്ടൈരഭ്യർത്ഥിതോ ദേവഗുരുപ്രദസ്ഥേ. ആദ്യം വേണ്ടത് ഈ അരുണൻ ചെയ്യുന്ന ഗായത്രി മന്ത്ര ഉപാസന അവസാനിപ്പിക്കണം. എന്നാൽ മാത്രമേ ആ അസുരൻ്റെ ബലം കുറഞ്ഞു വരികയുള്ളൂ. അപ്പോഴേ അയാളെ നിഗ്രഹിക്കാൻ സാധ്യമാവൂ. അതിനു വേണ്ടിയിട്ടാണ് ദേവന്മാരെല്ലാവരും ചേർന്ന് ദേവഗുരുവായിട്ട് ബൃഹസ്പതിയെ കണ്ടു വന്ദിച്ചു. അവരുടെ സങ്കടങ്ങളെല്ലാം ധരിപ്പിച്ചു. ബൃഹസ്പതി ആ അരുണന്റെ അടുത്തേക്ക് പുറപ്പെടുകയാണ്. സപ്രാപദൈത്യം യതിരൂപധാരി പ്രത്യുദ്ഗതോ മന്ത്രജപാതിസക്തം സ്മിതാർദ്രമൂജേ കുശലീ സബന്ധുമിത്രോ ഭവാൻ കിം ജഗദേകവീര. ദേവഗുരുവായ ബൃഹസ്പതി ഈ അസുരനെ സമീപിക്കുന്നു, അരുണന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അരുണനാവട്ടെ വളരെയധികം നന്നായി തന്നെ സ്വീകരിച്ചു, സൽക്കരിച്ചു. അപ്പോഴും ഈ അരുണന്റെ ഗായത്രി ഉപാസന അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ബൃഹസ്പതി ഒരു സുഹൃത്തിനോട് എന്നതുപോലെ അസുരനോട് കുശലപ്രശ്നം ചെയ്യാൻ തുടങ്ങി എന്നാണ്. കുശലപ്രശ്നം ചെയ്യുന്ന ഒരു ശൈലിയിൽ സുഖം തന്നെയാണോ എന്ന രീതിയിൽ ജഗത് ഏകവീര എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ അരുണന്റെ ആ ഒരു സ്നേഹം നേടിയെടുക്കുക, വിശ്വാസ്യത നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ബൃഹസ്പതി അങ്ങനെ സംഭാഷണം ആരംഭിച്ചത്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ പുകഴ്ത്തിക്കൊണ്ട്, അയാൾ ശ്രേഷ്ഠനാണ്, ബലശാലിയാണ്, ജനസമ്മതനാണ്, എല്ലാ യോഗ്യതകളുമുള്ള ആളാണ് എന്നൊക്കെ അയാളെ പുകഴ്ത്തിക്കൊണ്ട് മുഖസ്തുതി ചെയ്തുകൊണ്ട് സംഭാഷണം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഏതൊരു കാര്യവും ശ്രദ്ധിക്കാൻ അയാൾ തയ്യാറാവും. ഒരുപക്ഷെ നമ്മൾ പറയുന്ന നമ്മളുടെ ആവശ്യം അംഗീകരിക്കുവാനും തയ്യാറായി എന്ന് വരാം. ദൈത്യസ്സതേ മന്ത്രജപേന കിം യോ നൂനം ബലിഷ്ഠം ത്വബലം കരോതി ഏനൈവ ദേവാ അബലാ രണേഷു ത്വയാജിതാ സ്ത്വം സ്വഹിതം കുരുഷ്വ. അങ്ങ് എന്തിനാണ് ഇങ്ങനെ മന്ത്രം ജപിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ബൃഹസ്പതി ഈ അരുണനോട് ചോദിക്കാൻ തുടങ്ങി. ഇപ്പൊ മന്ത്രജപം കൊണ്ട് ഇപ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സുഖം പ്രത്യേകിച്ച് കിട്ടാൻ പോകുന്നില്ല.
അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രജപം കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. മന്ത്രം ജപിച്ചാൽ എത്ര ബലവാനാണ് എങ്കിലും അവൻ ദുർബലനായിത്തീരും. അതിന് നമുക്ക് മുന്നിലുള്ള തെളിവ് ദേവന്മാർ തന്നെയാണ്, അവരുടെ പരാജയം. അവർ മന്ത്രം ജപിച്ചതുകൊണ്ടാണ് ദുർബലരായി തീർന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതിനെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ ഈ ബൃഹസ്പതി പറയാൻ ആരംഭിച്ചത്. സന്യാസിനോ മന്ത്രജപേന രാഗദ്വേഷാദിജേതും സതതം യതന്തേ നത്വം യതിർനാപി മുമുക്ഷു അർത്ഥകാമാദിസക്തസ്യ ജപേന കിം തേ. ഗായത്രി മന്ത്രം ജപിച്ചാൽ ഇപ്പോഴുള്ള ബലം നഷ്ടപ്പെടും. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ യതികൾ, സന്യാസം സ്വീകരിച്ചവർ ഒക്കെ ജപിക്കുന്നത്? അതിനുള്ള കാരണം പറഞ്ഞു. ഇപ്പോൾ മന്ത്രം ജപിച്ചാൽ രാഗദ്വേഷങ്ങളൊക്കെ നശിക്കും. ഒരു സർവസംഗ പരിത്യാഗിക്ക് അതാണ് വേണ്ടത്. അർത്ഥകാമങ്ങളിൽ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർക്ക് മന്ത്ര ഉപാസന പ്രയോജനം ചെയ്യും. എന്നാൽ അർത്ഥകാമങ്ങളിൽ ആസക്തനായ ഒരുവന് മന്ത്രജപം വിപരീത ഫലമാണ് ഉളവാക്കുക. സദാ മന്ത്രം ജപിച്ചാൽ രാഗദ്വേഷങ്ങൾ നശിക്കും, അർത്ഥകാമങ്ങളിൽ ആസക്തി കുറയും. അപ്പം അതിൻ്റെ ഫലമായി ഏതൊരു അസുരനാണെങ്കിൽ പോലും ഒരു സന്യാസിയായി തീർന്നു എന്ന് വരാം. അതുകൊണ്ട് അങ്ങ് മന്ത്രജപത്തെ അവസാനിപ്പിക്കൂ, അതാണ് നല്ലത് എന്ന രീതിയിലാണ് ബൃഹസ്പതി, ദേവഗുരുവായിട്ട് ബൃഹസ്പതി ഈ അസുരനെ ഉപദേശിക്കുന്നത്. ഏകം ഹി മന്ത്രം സമുപാസ്വഹേതോ തേനാസി മിത്രം മമ തൽപദാമി മന്ത്രശ്ച മേ മുക്തിദ ഏവ തുഭ്യം വൃദ്ധിം ന ദദ്യാത് അയമിത്യവേഹി. എന്തിനാണ് യാതൊരു കാരണവുമില്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ ഉപദേശം നൽകുന്നത്? അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അതിന് മറുപടി ഇവിടെ പറയുകയാണ്. ഇപ്പോൾ അരുണൻ ജപിക്കുന്നതും സ്വതവേ സന്യാസം സ്വീകരിച്ചവർ അല്ലെങ്കിൽ യതിധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർ ജപിക്കുന്നതും ഒരേ മന്ത്രം തന്നെയാണ്, ഗായത്രി മന്ത്രം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ബൃഹസ്പതിയും ഈ ഗായത്രി ഉപാസന ചെയ്യുന്ന ആളാണ്. ദേവീഭാഗവതത്തിൽ ഈ സന്ദർഭം അല്പം വ്യത്യാസമായിട്ടാണ് വർണ്ണിച്ചു കാണുക. അവിടെ അരുണന് ഈ ബൃഹസ്പതിയുടെ ആഗമനം, ദേവഗുരുവാണ് അദ്ദേഹം, ആ ദേവഗുരു എന്തിനാണ് അസുരന്മാരുടെ ആയിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് വന്നത്? ആ ഒരു അനിഷ്ടം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ആ ബൃഹസ്പതിയോട്. അത്ര താല്പര്യമില്ലാത്ത മട്ടിലാണ് സംഭാഷണം ചെയ്യുന്നത്. അപ്പോഴാണ് ബൃഹസ്പതി കുശലപ്രശ്നമെല്ലാം ചെയ്തുകൊണ്ട് പറയുന്നത്, ഞാൻ അങ്ങയുടെ അടുത്ത് വരാൻ കാരണം, അരുണന്റെ അടുത്ത് വരാൻ കാരണം, നമ്മളിൽ സൗഹൃദങ്ങൾ ഉണ്ടാവുക പലതരത്തിലാണ്. കുട്ടിക്കാലത്ത് ഗുരുകുലത്തിൽ ഒന്നിച്ച് വിദ്യ അഭ്യസിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗഹൃദം, ഒരേ പ്രവൃത്തികൾ ചെയ്യുന്നവർ തമ്മിലുണ്ടാവുന്ന സൗഹൃദം, ഒരേ ഇടത്തിൽ തന്നെ ജോലികളെ ചെയ്യുന്നവർ തമ്മിലുണ്ടാവുന്ന സൗഹൃദം, ഒരേ ഉപാസന ചെയ്യുന്നവർ, ഒരേ മത വിശ്വാസികൾ, മത അനുയായികൾ, ഇതെല്ലാം സൗഹൃദത്തിന് കാരണങ്ങളാണ്. ഇവിടെ ഒരേ മന്ത്രം ജപിക്കുന്നവർ, ശൈവ ഉപാസന ചെയ്യുന്നവരെ ശൈവന്മാരെന്നും വിഷ്ണു ഉപാസന ചെയ്യുന്നവരെ വൈഷ്ണവരെന്നും എല്ലാം പറയുന്നത് പോലെ
അങ്ങ് ഗായത്രി ഉപാസകനാണ്, ഞാനും ഗായത്രി ഉപാസന ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഗായത്രി ഉപാസകർക്കിടയിൽ ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അങ്ങ് സുഹൃത്തായിട്ട് വരും. അതുകൊണ്ട് ഒരു സൗഹൃദ സന്ദർശനത്തിനായി വന്നതാണ് എന്ന് ബൃഹസ്പതി പറയുന്നുണ്ട്. അപ്പം അത് അരുണന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന്. ദേവഗുരുവായ ബൃഹസ്പതിയും ഞാനും തമ്മിൽ, ദേവന്മാരും ഞാനും, അസുരനായിട്ടുള്ള ഞാനും തമ്മിൽ എങ്ങനെ സൗഹൃദം ഉണ്ടാവും? അഥവാ അങ്ങനെ സൗഹൃദം ഉണ്ടെങ്കിൽ അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എനിക്കും ഈ ബൃഹസ്പതിക്കും തമ്മിൽ സൗഹൃദം വരാൻ കാരണം ഈ ഗായത്രി മന്ത്ര ഉപാസനയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ ഗായത്രി മന്ത്രം ജപിക്കില്ല എന്ന് നിശ്ചയിക്കുകയാണ് അരുണൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അല്പം വ്യത്യസ്ത രീതിയിലാണ് അതിനെ വർണ്ണിച്ചിട്ടുള്ളത്. ബൃഹസ്പതി പറയുകയാണ്, നമ്മൾ തമ്മിൽ സൗഹൃദമുണ്ട്. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കടമയാണല്ലോ തൻ്റെ കൂട്ടുകാരന് ശ്രേയസ്സിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതിനെ ഉപദേശിച്ചു കൊടുക്കുക. അപ്പം അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ മന്ത്ര ഉപാസന യതിക്ക് അല്ലെങ്കിൽ സന്യാസിക്ക് ഹിതകരമാണ് എങ്കിലും തങ്ങളെപ്പോലൊരു അസുരൻ അത് ഹിതകരമല്ല. അതുകൊണ്ട് വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യൂ. ബൃഹസ്പതാവേവമുദീര്യയാദേ സത്യം തദുക്തം ദിതിജോ വിചിന്യ ക്രമാജ്ജഹൗ മന്ത്രജപം സദാഹി മൂഢ പരപ്രോക്ത വിനേയബുദ്ധി. ബൃഹസ്പതി ഈ അരുണനെ സമീപിച്ച് ഒരു സൗഹൃദമുള്ള ആളെ പോലെ പെരുമാറുകയും ഉപദേശിക്കുകയും അസുരൻ അത് വിശ്വസിച്ചു. നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് ഉപദേശങ്ങൾ ചെയ്യുകയും അങ്ങനെ ഉപദേശങ്ങളെ ചെയ്യുമ്പോൾ അതേപ്പറ്റി നല്ലതുപോലെ വിചാരം ചെയ്യണം, യുക്തിയുക്തമായി ചിന്തിക്കണം. ഒടുവിൽ മാത്രമേ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പാടുള്ളൂ. എന്നിട്ടേ അത് നടപ്പിലാക്കാൻ പാടുള്ളൂ. ഇതാണ് ബുദ്ധിമാനായിട്ടുള്ളൊരുവൻ ചെയ്യേണ്ടത്. എന്നാൽ അരുണനാവട്ടെ ഇദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ അരുണൻ ആ ഗായത്രി ഉപാസനയെ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് മൂഢന്റെ ലക്ഷണമാണ് എന്ന് പറയുകയാണ്. അവരെ അതൊന്നും ആലോചിക്കുന്നില്ല. സ്വന്തം ബുദ്ധിയെ പോലും അന്യന് പണയപ്പെടുത്തിക്കൊണ്ട് ഒടുവിൽ വഞ്ചിതനായിത്തീരും. ഏവം ഗുരൗ കുറുവതി ദൈത്യഭീതൈഃ കൃത്വാ തപോ യോഗജപാധ്വരാതി ജാംബൂനദേശ്വര്യമരൈഃ സ്തുതാ ത്വം പ്രസാദിത പ്രാദുരഭൂകൃപാർദ്ര. ഇതേ സമയം ഈ ബൃഹസ്പതി അരുണന്റെ അടുത്ത് ചെന്ന് ഉപദേശങ്ങളെ നൽകിയതായ അതേ സമയത്ത് തന്നെയാണ് ദേവന്മാർ ജാംബൂനദേശ്വരിയെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. തപസ് ചെയ്തുകൊണ്ടും യോഗമാർഗത്തെ ആശ്രയിച്ചിട്ടും നാമജപാദികളിലൂടെയും മന്ത്രജപാദികളിലൂടെയും എല്ലാം അവർ വ്യത്യസ്തങ്ങളായ രീതിയിൽ ചെയ്യുന്ന സാധനകൾ. ആ ദേവി ഉപാസന ചെയ്യുന്നു. ദേവി ദർശനം അവർക്ക് ലഭിച്ചു. കരുണാർദ്രയായിട്ടാണ് അവർക്ക് മുന്നിൽ ദേവി ആവിർഭവിച്ചത്. തദ്ദേഹജാതൈർ ഭ്രമരൈരനന്തൈർ ദൈത്യ സസൈന്യോ വിഫലാസ്ത്രശസ്ത്ര ദഷ്ടോഹത ത്വം ജനുതി പ്രസന്ന പശ്യൽസു ദേവേഷു തിരോഹിതാഭൂ. ദേവന്മാരുടെ മുന്നിൽ പ്രത്യക്ഷയായ ദേവിയുടെ ശരീരത്തിൽ ദേവി ധരിച്ചിരിക്കുന്ന ഒരു മാല, കദംബ പൂക്കളെ കൊണ്ട് കോർത്തതായൊരു മാല. ആ മാലയിൽ നിന്ന്, പൂവിൽ നിന്ന്
തേൻ കുടിക്കാൻ വേണ്ടി ധാരാളം ഭ്രമരങ്ങൾ. ഭ്രമരങ്ങളോട് കൂടിയിട്ടാണ് ദേവി ആവിർഭവിച്ചത് എന്നതിനാൽ ദേവിക്ക് ഭ്രാമരി എന്നൊരു പേര്. ഈ അസുരന്റെ മുന്നിൽ അരുണൻ സൈന്യങ്ങളോട് കൂടിയിട്ട് അങ്ങനെ നിലകൊള്ളു നിൽക്കുന്നതായ ഇടത്ത് ദേവി സൈന്യങ്ങളോട് കൂടിയിട്ട് എത്തുന്നു. തൻ്റെ ചുറ്റുമായിട്ട് ഈ മലയിലെ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ വേണ്ടി പറന്നു വരുന്നതായ ആ ഭ്രമരങ്ങളെ, ആ വണ്ടുകളെ ഒന്ന് കടാക്ഷിച്ചു. അവ വർദ്ധിക്കാൻ തുടങ്ങിയതാണ്. 10 100 100 1000 1000 10000 ലക്ഷക്കണക്കിന് വണ്ടുകൾ, ഭ്രമരങ്ങൾ ഈ ദേവിയുടെ ഇച്ഛയ്ക്കനുസരിച്ച്, ദേവിയുടെ ആജ്ഞയെ അനുസരിച്ചിട്ടാണ് ഈ അരുണന്റെ നേരെ പുറപ്പെട്ടു. അവിടെ അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ടൊന്നും ഫലമില്ലാതെയായി ആ വണ്ടുകളുടെ ആക്രമണത്തിൽ അരുണനും സൈന്യങ്ങളുമെല്ലാം മരിച്ചു വീഴുകയാണ്. അയാൾ നേടിയ വരങ്ങളെയും സത്യമാക്കിക്കൊണ്ടാണ്. ഭ്രമരങ്ങൾക്ക് 6 കാലുകളുണ്ട്, ഷഡ്പദങ്ങളാണ് ഭ്രമരങ്ങൾ. അരുണൻ നേടിയിട്ടുള്ള വരമാവട്ടെ 2 കാലും 4 കാലുമുള്ള ജീവികളിൽ നിന്ന് മരണമുണ്ടാവരുത് എന്നാണ്. ഭ്രമരം ഇരുകാലിയല്ല, 4 കാലിയുമല്ല, ഇവ രണ്ടും ചേർന്നതുമല്ല. അത്തരത്തിൽ ഭ്രമരങ്ങളെ സൃഷ്ടിച്ച് ആ അരുണൻ എന്ന അസുരനെ ദേവി നിഗ്രഹിച്ചു. ദേവിക്ക് ഭ്രാമരി എന്ന് പേര് സിദ്ധമായി തീർന്നു. ദേവി അന്തർധാനം ചെയ്തു എന്നാണ്. സ്വദേഹതോ വൈ ഭ്രമരാൻ വിധാത്രി ത്വം ഭ്രാമരീതി പ്രഥിതാ ജഗത്സു അഹോ വിചിത്രാസ്തവ ദേവി നീല നമോ നമസ്തേ ഭുവനേശി മാത. ഭ്രമരങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ദേവിക്ക് ഭ്രാമരി എന്ന പേര് പ്രസിദ്ധമായത്. ഇതെല്ലാം ദേവിയുടെ ലീലയാണ്. ആ ജഗദംബികയുടെ, ആ ദേവിയുടെ കാരുണ്യത്തിന് പാത്രമായി തീരാൻ, അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ആ ദേവീ കാരുണ്യത്തിനായി വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്തോത്രകാരൻ ഈ 31-ാം ദശകം ഭ്രാമരീ ചിത്രത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ശ്രീ മഹാദേവ്യേ നമഃ.